ഇനി മറ്റൊരു വാർത്ത, ഷാഫി പറമ്പിൽ MP നേരിട്ട മർദ്ദനമാണ്. ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റാലി, അതിൽ ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. പോലീസ് അതിക്രമത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു. ഇന്നലെ ശസ്ത്രക്രിയ കഴിഞ്ഞു. അദ്ദേഹം ആശുപത്രിയിൽ 5 ദിവസത്തെ വിശ്രമത്തിലുമൊക്കെയാണ്. നേതാക്കളൊക്കെയും അവിടെ എത്തി. അതിനുശേഷം ഇന്നലെ നമ്മൾ CPIM-ന്റെയും അതേപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കളുടെ ഒക്കെയും പ്രതികരണങ്ങളൊക്കെ കേട്ടു. ഷാഫിയെ പരിക്കേൽപ്പിച്ചവരെ ഒന്നും വെറുതെ വിടില്ല എന്നായിരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. പോലീസ് നടപടികളിലേക്ക് കടക്കുകയാണ്. പോലീസ് ഇന്നലെ 10,000 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളിൽ നിന്നുമായിട്ട്, UDF-ൽ നിന്നായിട്ടും അതേപോലെ തന്നെ CPIM-ൽ നിന്നായിട്ടും ഈ 1000-ഓളം പേർക്കെതിരെ 600-700 ഒക്കെ ആ കണക്കിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്കാണ് ഇനി അടുത്തതായിട്ട് ഹലോ മലയാളം പോകുന്നത്. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കോൺഗ്രസും. MP എന്ന നിലയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരും പോലീസും പരാജയപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. ഇത് മുൻനിർത്തിയാകും കേസുമായി മുന്നോട്ട് പോവുക. പ്രാദേശിക തലങ്ങളിൽ ഇന്നും പ്രതിഷേധം തുടരും. രതീഷ് വാസുദേവൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കോൺഗ്രസ് കടുപ്പിച്ച് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം രതീഷ്? ഒപ്പം പ്രതിഷേധമടക്കം ഇന്നലെ സംസ്ഥാനം ഒട്ടാകെ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും കാസർഗോഡൊക്കെ അത് ഒരു ഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് പോലും എത്തിയതാണ്. ഇന്നപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ പ്രാദേശിക തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസമൊക്കെ വ്യാപകമായി ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ ഈ ഷാഫി പറമ്പിൽ MPക്ക് ലാത്തിച്ചാർജിൽ പരിക്കേറ്റത് സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധ മുഖമാണ് UDF തുറന്നത്. അത് ഒരു രാഷ്ട്രീയ പോർമുഖമായി ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ കൂടി UDF ഇത് ഏറ്റെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇന്നും പ്രാദേശിക തലങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികൾക്കും പൊതുയോഗങ്ങൾക്കും ഒക്കെ UDF പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് തുടരുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP ശസ്ത്രക്രിയയ്ക്ക് ശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. 5 ദിവസം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അല്പ ദിവസം കൂടി കൂടുതൽ വേണ്ടിവരും എന്നതാണ് ഡോക്ടർമാരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും അദ്ദേഹം വിശ്രമത്തിലാണ്. വലിയ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഒന്നുണ്ട്. പോലീസ് CPM നേതാക്കളും LDF നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഷാഫിയെ മനഃപൂർവ്വം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നതാണ് UDF നേതാക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ജില്ലയിലെത്തിയ എല്ലാ പ്രമുഖ നേതാക്കളും അത്തരത്തിലൊരു ആരോപണമാണ്. CPM-ന്റെ അല്ലെങ്കിൽ ഭരണകക്ഷി കൃത്യമായി അത്തരത്തിലൊരു അക്രമം അഴിച്ചുവിടുകയായിരുന്നു ബോധപൂർവം. അത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളി വിഷയത്തിലെ ശ്രദ്ധ തിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി ഗൂഢാലോചന നടത്തി തന്നെയാണ് ഇത്തരം ഒരു ആക്രമണം പോലീസിന്റെ ഭാഗത്തുനിന്ന് അഴിച്ചുവിട്ട് ഏകപക്ഷീയമായി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഷിബു ബേബി ജോൺ അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ തന്നെ ഷാഫി പറമ്പിൽ MPയെ സന്ദർശിക്കാൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർക്ക് ഉൾപ്പെടെ പരാതി നൽകിക്കൊണ്ട് ആ രീതിയിൽ ഔദ്യോഗികമായ രീതിയിലുള്ള പ്രതിരോധവും UDF ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാദേശികമായി കൂടുതൽ UDF-നെ സജ്ജമാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടെ UDF ഇതിലൂടെ വയ്ക്കുന്നു. CPM-ന്റെ അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് മലബാറിലൊക്കെ തന്നെ ജനകീയനായി വരുന്ന UDF-ന്റെ നേതാവ് എന്ന നിലയിൽ ആണ് ഷാഫി പറമ്പിലിനെ പൂർണ്ണമായും തകർക്കുക എന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബോധപൂർവം ആക്രമണം അഴിച്ചുവിടുന്നതാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരി രതീഷ്, വ്യക്തമാണ്. അപ്പോൾ രതീഷ് വാസുദേവൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഈ വിഷയം അത് സർക്കാരിനെതിരെ ആയുധമാക്കുന്നുണ്ട്. അതായത് ഇപ്പം ഈ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സ്വർണ്ണപ്പാളി വിവാദത്തിലെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു അതിക്രമം, അങ്ങനത്തെ ഒരു നരേറ്റീവാണ് UDF കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പ്രാദേശിക തലത്തിലും ഒപ്പം ദേശീയ തലത്തിലും ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അപ്പോൾ കാര്യങ്ങൾ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ രതീഷ് വാസുദേവൻ.